ഹലോ കൂട്ടുകാരെ, ചിത്രകഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യ പാട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിലൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന വീഡിയോ സീരീസിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ആ സെയിം ടെക്നിക്ക് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏത് കഥ കഴിഞ്ഞാലും അതിൻ്റെ അവസാന ഭാഗം നമ്മൾ ആ കഥയിൽ നിന്നും ചില ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ സ്വയം എഴുതി തയ്യാറാക്കുകയും വേണം. എന്നാലേ നിങ്ങൾക്കത് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ കയാസ്ഥ ആൻഡ് ഹിസ് ഗസ്റ്റ്. ദ കയാസ്ഥ എന്ന് പറയുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ പറയപ്പെടുന്നത് ഇത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചില ബ്രാഹ്മിൺ ഫാമിലിയാണെന്നും അതല്ല എല്ലാ കാസ്റ്റിലും ഉൾക്കൊള്ളുന്ന ആളുകളാണെന്നും അഭിപ്രായമുണ്ട്. തൽക്കാലം നമ്മളിവിടെ ഒരു ബ്രാഹ്മിൺ എന്ന് അർത്ഥം വയ്ക്കാം. ഓക്കെ, ഒരു ബ്രാഹ്മണും അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥിയും. ഇറ്റ് വാസ് ലൈറ്റ് ഇൻ ദ ഈവനിങ്. ഇറ്റ് വാസ് അതായിരുന്നു ലൈറ്റ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരത്തിൻ്റെ അവസാന സമയമായിരുന്നു. ഇംഗ്ലീഷിൽ ലൈറ്റ് ഉപയോഗിക്കുന്നത് അതിനുശേഷം പറയപ്പെടുന്ന സമയത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് അത് സൂചിപ്പിക്കുന്നത്. ലൈറ്റ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെയുടെ അവസാന ഭാഗം. അതേപോലെ ലൈറ്റ് ഇൻ ദ ഈവനിങ് ഒരു വൈകുന്നേര സമയത്തിൻ്റെ അവസാന ഭാഗത്ത്. വെനെ ഖ്യാസ്ത റീച്ച്ഡ്, ഖ്യാസ്ത എത്തിയപ്പോൾ ദ ഔട്ട്സ്കേർട്സ് ഓഫ് എ ടൗൺ. ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ പുറം പ്രദേശം, ചേരി പ്രദേശം. ഒരു ടൗണിൻ്റെ ചേരി പ്രദേശങ്ങൾക്കാണ് ഔട്ട്സ്കേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ എന്ന് നമുക്കിവിടെ അർത്ഥം വെക്കാം. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, എ റെസ്റ്റിംഗ് പ്ലേസ്, അല്പം വിശ്രമിക്കാനുള്ള സ്ഥലം, ഒരു വിശ്രമ സ്ഥലം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ലെറ്റ് മീ കുക്ക് സം ഫുഡ് ഫോർ ദ നൈറ്റ്. ലെറ്റ് മീ കുക്ക്, എന്നെ ഭക്ഷണം ചെയ്യാൻ അനുവദിക്കുക. അത് ഇംഗ്ലീഷിൻ്റെ ഒരു ശൈലിയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ലെറ്റ് മീ കുക്ക് എന്നാൽ എന്നെ പാകം ചെയ്യാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അല്പം പാകം ചെയ്യാം എന്ന് പറയാം. സം ഫുഡ്, അല്പം ഭക്ഷണം പാകം ചെയ്യാം. ഫോർ ദ നൈറ്റ്, ഈ രാത്രിയിലേക്ക് വേണ്ടി. അപ്പോൾ ഈ രാത്രി എനിക്ക് കഴിക്കാൻ വേണ്ടി അല്പം ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ഈ ബ്രാഹ്മിൺ പറയുകയാണ്. ഇംഗ്ലീഷിൻ്റെ ശൈലിയും അതിൻ്റെ സാന്ദർഭിക അർത്ഥങ്ങളും പ്രത്യേകം മനസ്സിലാക്കണം. സൂൺ ആണ് അദ്ദേഹം പാകം ചെയ്യുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം ടേസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, നൗ ലെറ്റ് മീ ബിഗിൻ. ഇപ്പോൾ എനിക്ക് തുടങ്ങാം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ജസ്റ്റ് ദെൻ, അപ്പോഴേക്കും, ഹലോ യു ഹാവ് എ ഗസ്റ്റ്. ഒരു അശരീരി കേൾക്കുകയാണ്, നിങ്ങൾക്ക് ഒരു അതിഥിയുണ്ട്. അദ്ദേഹം അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഡിമോൺ. അദ്ദേഹം പേടിച്ച് വിറച്ചുകൊണ്ട് പറയാണ്, ഡിമോൺ, ഒരു രാക്ഷസൻ, ഒരു ഭൂതം എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. ഭീകര രൂപത്തിനാണ് ഡിമോൺ എന്ന് പറയുന്നത്. യെസ്, എ ഡിമോൺ ബട്ട് എ ഗസ്റ്റ്. അതെ, ഈ രാക്ഷസൻ പറയാണ്, ഞാനൊരു രാക്ഷസനാണ്, ഭൂതമാണ്, പക്ഷേ ഒരു ഗസ്റ്റും കൂടിയാണ്, ഒരു അതിഥിയും കൂടിയാണ്. ആൾ ദ സെയിം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. അതായത് ഞാനൊരു ഭൂതം ആകുന്നതോടുകൂടി നിന്റെ അതിഥിയും കൂടിയാണ് എന്ന് രാക്ഷസൻ പറയുകയാണ്, ഈ ഭൂതം പറയുകയാണ്. ആൻഡ് എ ഹംഗ്രി വൺ, വളരെ വിശപ്പുള്ള ഒരു ഭൂതത്താനാണ് ഞാൻ എന്ന് ഭൂതം പറയുകയാണ്. അദ്ദേഹം പേടിച്ച് വിറച്ചുകൊണ്ട് പറയാണ്, വാട്ട് വുഡ്. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഭൂതം തിരിച്ചു ചോദിക്കാൻ, ഡു യു വാണ്ട് ടു നോ, നിനക്ക് അറിയേണ്ടതുണ്ടോ, വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ്, എനിക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് നിനക്ക് അറിയേണ്ടതുണ്ടോ. ഈ ഹാവ് എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വേർഡാണ്. നമുക്ക് ഈ കഥയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഒരു ക്ലാസ് തന്നെ ഹാവിനെ കുറിച്ച് നമുക്ക് പറയാം. ചിലപ്പോൾ ഉണ്ട് എന്നർത്ഥം, പൊസസീവിനെ സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാവിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയാണ്, യെസ്
എനിക്ക് അറിയേണ്ടതുണ്ട് എന്ന് പറയാം. അങ്ങനെ ഈ ഭൂതം പറയുകയാണ്, ഞാനൊരു ആർത്തിയുള്ള ആളല്ല. എനിത്തിങ് വിൽ ഡു, എല്ലാം ഞാൻ കഴിക്കും. ഇവിടെ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ശൈലി നിങ്ങൾ കാണാൻ കഴിയും. ഡു എന്നാൽ ചെയ്യുക എന്നാണ്. എനിത്തിങ് വിൽ ഡു, എന്തും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് വിഷയമായാണ് സംസാരിക്കുന്നത്? തീറ്റയുടെ വിഷയമാണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളാണ്. മൈ മെനു, എൻ്റെ മെനു, ഹോട്ടലിൽ പോയാൽ നമുക്ക് മെനു ലഭിക്കും. ആ മെനു യൂഷ്വലി സാധാരണ ഇൻക്ലൂഡ്സ് എ മാൻ, ചിലപ്പോൾ ഒരു മനുഷ്യനൊക്കെ ഞാൻ കഴിക്കാറുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ ചോദിക്കാൻ, എ മാൻ, ഒരു മനുഷ്യനെ നിങ്ങൾ കഴിക്കുമോ? യെസ്, ലൈക്ക് യു, നിന്നെപ്പോലത്തെ ഒരു മനുഷ്യനെ ഞാൻ സാധാരണ കഴിക്കാറുണ്ട് എന്ന് ഈ ഭൂതം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പേടിച്ച്, എന്നെ കഴിക്കുമോ എന്ന് ഈ ബ്രാഹ്മൺ പേടിച്ച് ചോദിക്കുകയാണ്. യു വിൽ ഡ്രോപ്പ് ദാറ്റ്, ലെറ്റ് മീ ഹോൾഡ് ഇറ്റ്, നീ അത് താഴെ വെക്ക്. ഡ്രോപ്പ് പറഞ്ഞാൽ ഇടുക എന്നപ്പോൾ താഴെ വെക്ക്, ഞാനത് എടുത്തോട്ടെ. ലെറ്റ് മീ ഹോൾഡ് പറഞ്ഞാൽ പിടിക്കാൻ നിർത്താം. അപ്പോൾ ഞാനത് പിടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ആ പാത്രം എടുത്തോട്ടെ, കഴിക്കാൻ വേണ്ടി എടുത്തോട്ടെ എന്നാണ് ഈ ഭൂതം പറയുന്നത്. അങ്ങനെ ഈ ഭൂതത്താൻ പറയുകയാണ്, വാട്ട് വാസ് ഐ സേയിങ്, ഞാൻ എന്താണോ മുമ്പ് പറഞ്ഞത്? യെസ് മൈ മെനു, യെസ്, അതായത് മൈ മെനു ഇൻക്ലൂഡ്സ് എ മാൻ, ചിലപ്പോൾ ഞാൻ മനുഷ്യന്മാരെ ഭക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം അദ്ദേഹം പറയാണ്, പക്ഷേ ഐ എം ടയർഡ് ഓഫ് ഈറ്റിംഗ് മെൻ, ഞാൻ മനുഷ്യന്മാരെ ഭക്ഷിച്ച് മടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഭൂതത്താൻ പറയുകയാണ്, ഫോർ എ ചേഞ്ച്, ഒരു മാറ്റത്തിന് വേണ്ടി, ലെറ്റ് മീ ഹാവ് ദിസ്, ഞാനിത് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നും മനുഷ്യന്മാരെ കഴിച്ച് ഞാൻ മടുത്തിരിക്കുന്നു, ഞാൻ ഇന്ന് നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഈ ബ്രാഹ്മൺ പറയാണ്, ആൾ ഓഫ് ഇറ്റ്, ഈറ്റ് ആൾ ഓഫ് ഇറ്റ്, എല്ലാം കഴിച്ചോ. അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഈ ഭക്ഷണം കഴിച്ച് വയറ് നിറയുകയാണെങ്കിൽ ഈ ബ്രാഹ്മണൻ എന്താവും? അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടും. അതിനുവേണ്ടി അദ്ദേഹം പറയാണ്, എല്ലാം കഴിച്ചോ എന്ന് ഭൂതത്താനോട് പറയുകയാണ്. അങ്ങനെ ഭൂതം ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം പറയാൻ, ഡിലീഷ്യസ്, വളരെ ടേസ്റ്റിയാണ്, നല്ല സ്വാദിഷ്ടമുള്ള ഭക്ഷണമാണ് എന്ന് പറയാണ്. നോ ഐ നോ വൈ യു ഹ്യൂമൻസ് ഡോണ്ട് ഈറ്റ് ഹ്യൂമൻസ്, ഇപ്പം എനിക്ക് മനസ്സിലായി. വൈ യു ഹ്യൂമൻസ്, എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഡോണ്ട് ഈറ്റ് ഹ്യൂമൻസ്, എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ ഭക്ഷിക്കാത്തത് എന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി എന്നാണ് രാക്ഷസൻ പറയുന്നത്. കാരണം മനുഷ്യന്മാർക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, അപ്പോൾ പിന്നെ വേറെ മനുഷ്യന്മാരെ ഭക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ ഭൂതത്താൻ ചിന്തിക്കുകയാണ്. ബൈ ദ വേ, അത് ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗം നിങ്ങൾക്കറിയാം, ബൈ ദ ബൈ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഒരു കഥ അല്ലെങ്കിൽ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്ത വേറൊരു കാര്യം പറയുമ്പോഴാണ് ഇംഗ്ലീഷിൽ ബൈ ദ ബൈ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇത്രയും നേരം എന്താണ് പറഞ്ഞത്? ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഭൂതം പറഞ്ഞത്. അപ്പോൾ ആ വിഷയം മാറ്റി നിർത്തി ഭൂതം അടുത്ത വിഷയം ചോദിക്കുകയാണ്, വൈ ഹാവ് യു കം ടു ടൗൺ, നീ എന്തിനാണ് ഈ അങ്ങാടിയിലേക്ക് വന്നത്, എന്തിനാണ് എന്ന് ഭൂതത്താൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മൺ പറയുകയാണ്, ടു ഫൈൻഡ് സം വർക്ക്, എനിക്കല്പം ജോബ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. യു വിൽ വർക്ക് ഫോർ മീ, നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുമോ? ആസ് മൈ കുക്ക്, എൻ്റെ ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന ആളായിട്ട് നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ഈ ഭൂതത്താൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയാണ്, മോസ്റ്റ് വില്ലിംഗ്ലി, എനിക്ക് വളരെ താല്പര്യമുണ്ട്. വില്ലിംഗ് എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള ആളാണെന്ന്. സോ ദ കെയാസ സ്പെൻഡ് എ മന്ത്, അങ്ങനെ ദ കെയാസ, ആ ബ്രാഹ്മിൻ, സ്പെൻഡ്, അദ്ദേഹം ചിലവഴിച്ചു, എ മന്ത്, ഒരു മാസം അവിടെ ചിലവഴിച്ചു. വർക്കിംഗ് ആസ് എ കുക്ക്, ഒരു പാചകക്കാരനായി അവിടെ ഒരു മാസം ജീവിച്ചു. ഡിലീഷ്യസ്, അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ബ്രാഹ്മൺ ചിന്തിക്കുകയാണ്, ഐ മസ്റ്റ് എസ്കേപ്പ്, എനിക്ക് രക്ഷപ്പെടണം. ബിഫോർ ഹി ടയേഴ്സ് ഓഫ് ഹിസ് മെനു, അദ്ദേഹത്തിൻ്റെ ഈ ഭക്ഷണം അദ്ദേഹത്തിന് മടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ രക്ഷപ്പെടണം. ഓക്കെ, സത്യത്തിൽ എന്താണ്? അദ്ദേഹം മനുഷ്യന്മാരെ മടുത്തിട്ടാണ് ഇദ്ദേഹം കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇനി ഈ ഭക്ഷണം മടുത്തു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യന്മാരെ ഭക്ഷിക്കാൻ തുടങ്ങുമോ എന്ന് ഈ ബ്രാഹ്മൺ ചിന്തിക്കുകയാണ്. ഓക്കെ, എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക, നിങ്ങൾക്കറിയുന്ന വാക്കാണ്. അപ്പോൾ ഈ ഭൂതത്വം ചോദിക്കുകയാണ്,
വാട്ട് ആർ യു തിങ്കിങ് ഓഫ്? നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഇവിടെ നിങ്ങൾ ഓരോ വാക്കിനും ഇംഗ്ലീഷിൽ അർത്ഥമുണ്ട് എന്നതിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വാട്ട് ആർ യു തിങ്കിങ് എന്ന് പറഞ്ഞാൽ നീ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ്. പക്ഷേ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു തിങ്കിങ് ഓഫ്, നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഈ ഭൂതത്താൻ ചോദിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മൺ പറയുകയാണ് ഐ ആം ഹോം സിക്ക്, ഞാൻ ഒരു ഹോം സിക്നെസ് ഉള്ള ആളാണ്. ഹോം സിക്നെസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാൻ താല്പര്യമുള്ള ആൾ, വീട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതിനാണ് ഹോം സിക്നെസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഭൂതത്താൻ ചോദിക്കുകയാണ് ഡു യു വാണ്ട് ടു ഗോ ഹോം ടു യുവർ പീപ്പിൾ, നിനക്ക് വീട്ടിലേക്ക് പോകണോ, നിൻ്റെ ആളുകളുടെ അടുത്തേക്ക് പോകണോ എന്ന് ഈ ഭൂതത്താൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മൺ പറയാണ് യെസ്, എനിക്ക് പോകണം എന്നാണ് ഈ ബ്രാഹ്മൺ പറയുന്നത്. അപ്പോൾ ഈ ഭൂതത്താൻ പറയാൻ ആൾ റൈറ്റ്, എന്നാൽ ശരി, ഗോ, നിനക്ക് പോകാം എന്ന് ഈ ഭൂതത്താൻ പറയുകയാണ്. വെയിറ്റ്, ആ ഭൂതത്താൻ ചിന്തിക്കുകയാണ് ഐ മസ്റ്റ് ഗീവ് യു സംതിങ്, ഐ മസ്റ്റ് ഗീവ് യു, എനിക്ക് നിനക്ക് നൽകണം, സംതിങ്, എന്തെങ്കിലുമൊക്കെ നിനക്ക് നൽകണം, ഒരു മാസം ജോലി ചെയ്തതല്ലേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മീശയിൽ നിന്നും 2 രോമം പൊട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ ഭൂതത്താൻ പറയുകയാണ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇതാ എന്നാണ് പറയുക. ഹിയർ യു ആർ എന്നാൽ ഇതാ എടുത്തോളൂ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പറയുക. നമ്മൾ ഒരാളോട് പറയാണ് പ്ലീസ് ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതാ എന്ന് പറയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതാ വെള്ളം എന്ന് തിരിച്ച് ആ കൊണ്ടുവരുന്ന ആൾ പറയുന്നത് എങ്ങനെയാണ്? ഹിയർ യു ആർ എന്നാണ് ഇംഗ്ലീഷ് പറയുക. ഇതാ എടുത്തോളൂ, വെള്ളം ഇതാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതേപോലെ ഹിയർ ആർ, ഇതാ പിടിച്ചോ, 3 strands ഓഫ് ഹെയർ, 3 രോമങ്ങൾ നീ പിടിച്ചോ, ഫ്രം മൈ മസ്റ്റേഷ്, എൻ്റെ മീശയിൽ നിന്നും. മസ്റ്റേഷ് എന്ന് പറഞ്ഞാൽ മീശ. ഓക്കെ, എനി ടൈം യു നീഡ് മീ, എപ്പോഴെങ്കിലും നിനക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ബേൺ ദം, അവ ജസ്റ്റ് കത്തിച്ചാൽ മതി, ഞാൻ പ്രത്യക്ഷപ്പെടാം എന്നാണ് ഈ ഭൂതത്താൻ പറയുന്നത്. ദ കെയാസ് ദ ടക്ക്, ടക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ തുണിയിലൊക്കെ മടക്കി ഞൊറിയെടുത്ത് വെക്കുന്നതിനാണ് ടക്ക് എന്ന് പറയുക. അങ്ങനെ ഈ ബ്രാഹ്മൺ ടക്ക് ദ ഗിഫ്റ്റ്, ആ ഭൂതത്താൻ നൽകിയ സമ്മാനം, അതായത് 3 രോമം അത് മടക്കി വെച്ചു, ഇൻ ടു ഹിസ് ടർബൻ, അദ്ദേഹത്തിൻ്റെ തലപ്പാവിൽ, ടർബൻ തലപ്പാവ്. ഓക്കെ, ആൻഡ് ലെഫ്റ്റ്, അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു. ഐ വിൽ മിസ് യു, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് ഈ ഭൂതത്താൻ പറയുകയാണ്. അങ്ങനെ ദ കെയാസ വാക്സ്, അങ്ങനെ ഈ ബ്രാഹ്മൺ നടന്നുപോയി ദ ഹോൾ നൈറ്റ്, ആ രാത്രി മുഴുവനും. അങ്ങനെ ഇദ്ദേഹം ഈ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഹു ഇസ് ദാറ്റ്, അദ്ദേഹം ഒരാളെ കാണുകയാണ്. യു മഹാരാജ, നീ ഒരു രാജാവാണോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ് മഹാരാജ, അഹഹ വാട്ട് എ ജോക്ക്, എന്തൊരു തമാശ എന്നാണ് അദ്ദേഹം പറയുന്നത്. എ രാജ വിത്തൗട്ട് എ കിങ്ഡം, ഒരു സാമ്രാജ്യമില്ലാത്ത രാജാവാണ് ഞാൻ. ഓക്കെ, എന്താണ് അതിന് കാരണം? ദ പുവർ കിങ്, ഈ പാവപ്പെട്ട രാജാവ്, ഹാഡ് ബീൻ ഡ്രൈവൺ ഔട്ട്, അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചിരിക്കുകയാണ്. ഓഫ് ഹിസ് കിങ്ഡം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തു നിന്നും അദ്ദേഹത്തെ ആട്ടിവിട്ടിരിക്കുകയാണ്. ബൈ ഹിസ് എനിമി, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാൽ ഇദ്ദേഹത്തെ കാട്ടിലേക്ക് ആട്ടിവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയുകയാണ് ഐ വിൽ ഹെൽപ്പ് യു മഹാരാജ, ഞാൻ നിന്നെ സഹായിക്കാം രാജാവേ എന്നാണ് ഈ ബ്രാഹ്മണൻ പറയുന്നത്. അപ്പോൾ ഈ രാജാവ് പറയുകയാണ് താങ്ക് യു ഫ്രണ്ട്, ബട്ട് യു കോണ്ട് ഫൈറ്റ്, നീ പറഞ്ഞതിന് നന്ദി, പക്ഷേ നിനക്കൊരിക്കലും യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഇദ്ദേഹത്തെ ആട്ടിവിട്ടിരിക്കുന്ന ശത്രുക്കളാണ്, ആ ശത്രുക്കളോട് യുദ്ധം ചെയ്താലേ അദ്ദേഹത്തിന് തിരിച്ച് രാജ്യത്തേക്ക് പോകാൻ കഴിയുള്ളൂ. ദ കെയാസ് മെയ്ഡ് എ ഫയർ, ആ ബ്രാഹ്മൺ ഒരു തീ കത്തിച്ചു. അപ്പോൾ രാജാവ് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അൺബേൺ ദ സ്റ്റാൻഡ്സ് ഓഫ് ഹെയർ, അങ്ങനെ അദ്ദേഹം ആ 3 രോമങ്ങൾ കത്തിച്ചു. അപ്പോഴേക്കും ആ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ചോദിക്കുകയാണ്, ആ ഭൂതം ചോദിക്കുകയാണ് ഡു യു നീഡ് മീ, എന്നെ ആവശ്യമുണ്ടോ എന്ന് ഈ ഭൂതം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മൺ പറയുകയാണ് ഐ വാണ്ട് യു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ടു ഡ്രൈവ് അവേ, ആട്ടിവിടാൻ, ഓടിച്ചു വിടാൻ. ദ കിങ്സ് എനിമി, ഈ രാജാവിൻ്റെ
ശത്രുക്കളെ ആട്ടിവിടാൻ നിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഭൂതം പറയാണ് വിത്ത് പ്ലഷർ, വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തോളാം എന്നാണ് ഈ ഭൂതം പറയുന്നത്. അങ്ങനെ ദ ഡിമോൺ വാനിഷ്ഡ്, ആ ഭൂതം അപ്രത്യക്ഷമായി. ഹു ഈസ് ഹി, രാജാവ് ചോദിക്കുകയാണ് ആരാണ് അദ്ദേഹം. അപ്പോൾ ഈ ബ്രാഹ്മൺ പറയാണ് ഇറ്റ്സ് എ ലോങ് സ്റ്റോറി, അതൊരു വലിയ കഥയാണ്. ആസ് ദ കാസ്ത കൺക്ലൂഡഡ്, അങ്ങനെ ഈ ബ്രാഹ്മൺ അദ്ദേഹത്തിന് സംഭവിച്ച ആ കഥ, ആ ഭൂതത്തെ കണ്ടുമുട്ടാനുള്ള കാരണം കഥ പറഞ്ഞ് അവസാനിച്ചപ്പോൾ, കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചപ്പോൾ, ദ സ്ട്രേഞ്ച് സ്റ്റോറി, ആ അപരിചിതമായ കഥ, സ്ട്രേഞ്ചറിന് അപരിചിതമായ, വന്യമായ, അത്ഭുതകരമായ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. ആ അത്ഭുതകരമായ കഥ അവസാനിച്ചപ്പോൾ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. മെൻ, മൈ എനിമീസ് ഹാവ് സെൻഡ് മെൻ ആഫ്റ്റർ മീ, എൻ്റെ ശത്രുക്കൾ ഹാവ് സെൻഡ്, ആ ശത്രുക്കൾ അയച്ചിട്ടുണ്ട്, മെൻ, എൻ്റെ പ്രജകളെ, എൻ്റെ ആളുകളെ അയച്ചിട്ടുണ്ട്, ആഫ്റ്റർ മീ, എനിക്ക് ശേഷം. ആദ്യം എന്നെ അവർ കാട്ടിലേക്ക് അയച്ചു, പിന്നെ എൻ്റെ ജനങ്ങളെയും പിടിച്ച് കാട്ടിലേക്ക് അയച്ചു എന്നാണ് രാജാവ് പറയുന്നത്. ഈ മെൻ എന്ന് പറഞ്ഞാൽ, മേൻ എന്നതിൻ്റെ ബഹുവചനമാണ്. മേൻ എന്ന് പറഞ്ഞാൽ ആള്, മെൻ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. അങ്ങനെ ദ മെൻ, ആ മനുഷ്യന്മാർ, ഹൗ അവർ ടേൺ ഔട്ട് ടു ബി ഹിസ് ഓൺ സബ്ജക്റ്റ്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈസൽ വേർഡാണ്. അതിന് ആളുകൾ വന്ന് ഒരു വിഷയത്തിൽ നമ്മൾ സമ്മേളിക്കുന്നതിനാണ് ടേൺ ഔട്ട് എന്നുള്ളൊരർത്ഥം വരാറുണ്ട്. അതിന് മറ്റും അർത്ഥങ്ങളുണ്ട്. ജനങ്ങളെല്ലാം വന്ന് സമ്മേളിച്ച് രാജാവിനോട് അവരുടെ നടന്ന വിഷയം പറയുകയാണ്. എ ഹൈഡസ് ക്രിയേച്ചർ, ഒരു ഭീകരമായ, വന്യമായ, ഹൈഡസ് എന്ന് പറഞ്ഞാൽ ഭീകരമായ എന്നൊക്കെ അർത്ഥം വരും. ഒരു സൃഷ്ടി, ക്രിയേച്ചർ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നർത്ഥം. ഒരു ജീവി അപ്പിയേർഡ്, അത് പ്രത്യക്ഷപ്പെട്ടു. ഫ്രം നോവേർ, എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആൻഡ് ചേസ്ഡ് അവേ യുവർ എനിമി, നിങ്ങളുടെ അക്രമികളെ ആട്ടിവിട്ടു, ഓടിച്ചു വിട്ടു. വി ഹാവ് കം ഹിയർ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ടു ടേക്ക് യു ബാക്ക്, നിങ്ങളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ടു ദ കിങ്ഡം, നമ്മുടെ രാജ്യത്തേക്ക്. അങ്ങനെ ഈ രാജാവ് പറയുകയാണ്, ഫ്രണ്ട്, ബ്രാഹ്മണനോട് പറയാണ്, ഫ്രണ്ട്, യു മസ്റ്റ് കം വിത്ത് മീ, നീ എൻ്റെ കൂടെ നിർബന്ധമായും വരണം. ആൻഡ് ബി മൈ മിനിസ്റ്റർ, എൻ്റെ മന്ത്രിയായി നീ തുടരണമെന്നാണ് ഈ രാജാവ് പറയുന്നത്. അങ്ങനെ ദ ഖയാസ്ത ലീവ്ഡ് ഹാപ്പിലി ഹിയർ ആഫ്റ്റർ, അതിനുശേഷം വളരെ സന്തോഷത്തോടെ ആ ബ്രാഹ്മൺ രാജാവിനോട് കൂടെ ജീവിച്ചു. അതാണ് നമ്മുടെ കഥ. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ കഥയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. അതിന് ആൻസർ നിങ്ങൾ എഴുതി ശീലിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ ഇംഗ്ലീഷുമായുള്ള ബന്ധവും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ സീ യു ബൈ.